കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വിചാരധാരയിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അവിടെ പറഞ്ഞു സപ്താഹം ഉദാഹരണമാക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സപ്താഹം എന്നാൽ എന്ത് എന്നുള്ളതിനെ പറ്റി ഞാൻ അവിടെ പറഞ്ഞിരുന്നില്ല. അതിന് ഞാൻ വളരെ ലഘുവായ രീതിയിൽ ഒരു ആദ്യമായി കാണുന്നവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഏറ്റവും ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. പറയുന്നതിൻ്റെ കഥകളുടെ മുന്നും പിന്നും മധ്യവും ഒക്കെ നിങ്ങൾ അടുത്ത സപ്താഹത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ ആചാര്യന്മാർ നിങ്ങൾക്ക് വിശകലനമായി പറഞ്ഞു തരും, വളരെ വ്യക്തമായും പറഞ്ഞു തരും. പക്ഷേ ഒന്നും അറിയാതെ പോകുന്നതിന് സപ്താഹം എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ലഘുവായ ഒരു ഹെഡിങ് ഇത് മാത്രം ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഏകദേശം 5000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ വേദവ്യാസൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ടാണ് നമ്മൾ അംശാവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. അംശാവതാരം പറഞ്ഞാൽ പൂർണ്ണ അവതാരം അല്ല, അദ്ദേഹത്തിൻ്റെ ശക്തി ഉണ്ട്. അങ്ങനെ ഒരു ഋഷീശ്വരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ മഹാഭാരതവും 18 പുരാണങ്ങളും സംസ്കൃതത്തിൽ എഴുതി. ലോക നന്മയെ ഉദ്ദേശിച്ച് അരാജകത്വം കണ്ടു മടുത്തിട്ട് അദ്ദേഹം എഴുതിയതാണ് ഇത്. അതിൽ 1,25,000-ലധികം ശ്ലോകങ്ങളുള്ളതാണ് മഹാഭാരതം. അതിനുശേഷം 18 പുരാണങ്ങൾ എഴുതി. 18 പുരാണങ്ങൾ, അതായത് സ്കന്ദപുരാണം, പത്മപുരാണം, ഇങ്ങനെ പല പുരാണങ്ങൾ 18 എഴുതി. ഇത്രയൊക്കെ എഴുതിയിട്ടും അദ്ദേഹത്തിന് മനസ്സിനൊരു ശാന്തി കിട്ടിയില്ല. എന്ന് വെച്ചാൽ സ്വയം തൃപ്തനായില്ല. നമ്മൾ പറയാറില്ല ഞാനത് ചെയ്തു പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, അത് ഒരിക്കൽ കൂടി ഒന്ന് ചെയ്യണം എന്ന് പറയില്ലേ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഈ എഴുതിയതൊന്നും തൃപ്തനായില്ല. എന്തോ ഒന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു മനസ്സിന്, എന്തോ ഒരു അതൃപ്തി. ആ സമയത്ത് നാരദ മഹർഷി അവിടെ പ്രത്യക്ഷമായി. നാരദ മഹർഷി പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് അറിയാം. അദ്ദേഹവും ശ്രീകൃഷ്ണൻ്റെ, അതായത് മഹാവിഷ്ണുവിൻ്റെ ഒരു അംശാവതാരമാണ്. അദ്ദേഹത്തെ അംശാവതാരമായിട്ട് എപ്പോഴും വീണയും കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം എവിടെയും ഇരിക്കാറില്ല. അങ്ങനെ ഒരുപാട് നിങ്ങൾ മഹാഭാരതമോ രാമായണമൊക്കെ അത് ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ വീണയും വെച്ചുകൊണ്ട് ഒരാൾ വരുന്ന കാണാം. അയാൾക്ക് പേര് നാരദൻ എന്നാണ്. അപ്പോൾ ഈ നാരദ മഹർഷി അവിടെ എത്തിയ സമയത്ത് നാരദ മഹർഷി ഇദ്ദേഹത്തോട് പറഞ്ഞു, വേദവ്യാസനോട് പറഞ്ഞു, ഞാൻ തങ്ങളുടെ മനസ്സിലിപ്പം മനസ്സിലായി കഴിഞ്ഞു. മനസ്സ് ചഞ്ചലം ആടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, ഏതോ വേദനയുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് കാരണം താങ്കൾ എഴുതിയ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഭാരതത്തിലുമൊക്കെ സാക്ഷാൽ ഭഗവാന്റെ, ഹരിയുടെ, മഹാവിഷ്ണുവിൻ്റെ, കൃഷ്ണൻ്റെ പൂർണ്ണമായ ലീലകൾ ഇല്ല. അതായത് കുറേശ്ശെ അവിടെ ഉണ്ട്. പല ഭാഗങ്ങളും നിങ്ങൾ പലതിലും വർണ്ണിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ എല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരു പുസ്തകത്തിലാക്കിയാൽ നിങ്ങളുടെ മനസ്സിന് ശാന്തി കിട്ടും. അങ്ങനെ ലോകത്ത് വായിക്കുന്നവർക്കും എല്ലാം മനസ്സിലാവും എന്ന് ഉപദേശിച്ച് അദ്ദേഹം പോയി. ഇദ്ദേഹം വിചാരിച്ചു ശരിയാണ്. അതേ ആ ഉദ്ദേശത്തോടുകൂടി, ലോകങ്ങളുടെ ഉദ്ദേശത്തോടുകൂടി നാരദൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയുണ്ടാക്കി. അതാണ് ശ്രീമദ് ഭാഗവതം. 18,000 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. ശ്രീമദ് ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങൾ, 12 സ്കന്ധം, 330 അധ്യായം, ഇത്രയും കൂടിയതാണ് ഈ പുസ്തകം. ഇതിൽ ശ്രീഹരിയുടെ, അതായത് മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ എല്ലാ ദശാവതാരം, 10 അവതാരങ്ങളെന്നാണ് പറയുന്നത്. 22, 15 ഒക്കെ അംശാവതാരങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ പ്രധാനമായി 10 അവതാരങ്ങളാണ്. അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മൂപ്പരവിടെ ഇരിക്കും, ഭൂമിയിലേക്ക് വരും, ഓരോ രൂപത്തിൽ
ഓരോ കാലഘട്ടത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ അവതാരമായിട്ട് വരും. അപ്പോൾ അതിനെ അവതാരം എന്ന് പറയും. അങ്ങനെ വന്നതാണ് ഇത്. ഈ 10 അവതാരങ്ങളും ഇതിൽ ഉണ്ട്. 10 അവതാരത്തിലും അദ്ദേഹം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും, അതായത് എല്ലാ ലീലകളും അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ക്രോഡീകരിച്ചിട്ടാണ് ഭാഗവതം അദ്ദേഹം എഴുതിയത്. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഭാഗവതം എഴുതി. ഇനി നമ്മൾ സപ്താഹം പറഞ്ഞാൽ എന്താണ്? സപ്താഹത്തിലെ കിടക്കുന്ന ഭാഗവതം എഴുതി. ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ശ്രീകൃഷ്ണൻ്റെ സഹോദരിയാണ് സുഭദ്ര. ശ്രീകൃഷ്ണന് ഒരു സഹോദരി ഉണ്ടായിരുന്നു, സുഭദ്ര. ഈ സുഭദ്രയെ അർജുനൻ വിവാഹം കഴിച്ചു. അർജുനനാണ് പഞ്ചപാണ്ഡവന്മാരിൽ 3ാമൻ. ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരി പുത്രൻ. അപ്പോൾ അച്ഛൻ്റെ സഹോദരിയെ നമ്മളെന്താ പറയുക? ചിലവർ അച്ഛേമ പറയും. ഓരോ ഓരോ ജാതിക്കാർ ഓരോ വിധം പറയും. ഞങ്ങളുടെ ബ്രാഹ്മണരിൽ പറയുന്ന അത്ത എന്ന് പറയുക. അപ്പോൾ അത്തയുടെ പുത്രനെ അത്താനെന്നും പറയും. അപ്പോൾ മറ്റുള്ളവരെ എങ്ങനെ പറയുക എനിക്കത്ര വിവരമില്ല. പക്ഷേ ഏതായാലും ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരി പുത്രനാണ് അർജുനൻ ഒരു വശത്ത്. മറ്റൊരു വശത്ത് ശ്രീകൃഷ്ണൻ്റെ സഹോദരി സുഭദ്രയെ വിവാഹം കഴിച്ചതും അർജുനനാണ്. അപ്പോൾ ശ്രീകൃഷ്ണന് അർജുനായിട്ട് 2 റിലേഷനുണ്ട്. ഒന്ന് അളിയൻ, സഹോദരിയുടെ ഭർത്താവ്. മറ്റൊന്ന് അച്ഛൻ്റെ പെങ്ങളുടെ മകൻ. പഞ്ചപാണ്ഡവരിൽ 3ാമത്തവൻ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ക്ലിയർ ആയിരിക്കുന്നു മനസ്സിലാകും. ഇവർക്ക് സുഭദ്രയ്ക്കും അർജുനും കൂടി ഒരു പുത്രനുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് അഭിമന്യു. വളരെ വളരെ പ്രസിദ്ധനാണ് അഭിമന്യു. എല്ലാ അസ്ത്രവിദ്യകളിൽ അത്ര വിദ്വാനാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ സഹോദരീ പുത്രൻ, ക്ലിയറല്ലോ, അഭിമന്യു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ അഭിമന്യു വിവാഹം കഴിച്ചിരിക്കുന്ന ഉത്തര പറഞ്ഞ ഒരു രാജകുമാരിയാണ്. ഉത്തര, വിരാട രാജാവിൻ്റെ പുത്രിയാണ് ഉത്തര. ഉത്തരയെ വിവാഹം കഴിച്ചു 15ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിയുന്നത്. അതിൽ ചെറിയൊരു തർക്കമുണ്ട് കേട്ടോ. ചിലർ 14, 14, 15 എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും 16 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചു. 16ാമത്തെ വയസ്സിൽ അദ്ദേഹം മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഞാനിവിടെ മരിച്ചു എന്നല്ല പറയണത്, പ്രത്യേകം ശ്രദ്ധിക്കണം. കൊല്ലപ്പെട്ടു. കാരണം മഹാഭാരത യുദ്ധത്തിൽ എല്ലാവരും കൂടി അദ്ദേഹത്തെ വളഞ്ഞ്, വളരെ വളരെ യോദ്ധാവാണ്, വലിയ ഭയങ്കരനാണ്. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും കൂടി വളഞ്ഞ് നിരായുധപാണിയാക്കി. അതായത് ആയുധങ്ങളൊന്നുമില്ല, നിരായുധ പാണി പറഞ്ഞ കയ്യ്, ആയുധങ്ങളൊന്നും ഇല്ലാതെ വളഞ്ഞ് കൊല്ലുകയാണ് ഉണ്ടായത് അദ്ദേഹം കൂടെ. അദ്ദേഹത്തിന് അപ്പോൾ 16ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. മരിച്ചു പോകുന്ന സമയത്ത് ഭാര്യ ഉത്തര പൂർണ്ണ ഗർഭിണിയായിരുന്നു. പുത്രൻ ജനിച്ചിരുന്നില്ല, ഗർഭിണിയായിരുന്നു. അപ്പോൾ ആ ഗർഭകാലം കഴിഞ്ഞു, കുട്ടി ജനിച്ചു. ഒരു സുന്ദരനായ ആൺകുട്ടിയാണ് ജനിച്ചത്. അപ്പോൾ ആൺകുട്ടിക്ക് പരീക്ഷിത്ത് എന്ന് പേരും വെച്ചു. യഥാർത്ഥ പേര് പരീക്ഷിത്തല്ല, അത് ഞാൻ ഒരിക്കൽ കൂടി പറയാം. യഥാർത്ഥ പേര് പറഞ്ഞ വിഷ്ണുരാധൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മൾ പേരിടുന്ന സമയത്ത് ഒരു പേരിടും, പിന്നെ അത് വിളിക്കുന്ന സമയത്ത് പലതും വിളിക്കും. ഇപ്പം ഞങ്ങളുടെ ഉദാഹരണം ബ്രാഹ്മണരുടെ ഇടയിലുള്ളത് ഞാൻ പറഞ്ഞുതരാം. നാരായണൻ എന്നായിരിക്കും പേര്, നാണു എന്ന് വിളിക്കും, ഇതായിരിക്കും പേര്. ഇങ്ങനെ പല പല പേരുകൾ നമ്മൾ ലഘൂകരിച്ച് എളുപ്പത്തിന് വേണ്ടി വിളിക്കുന്ന പറ്റുന്നുണ്ട്. ആ വിഷ്ണുരാധൻ എന്നുള്ള പേരാണ് പരീക്ഷിത്ത് എന്ന പേരിൽ അദ്ദേഹം പിന്നെ പ്രസിദ്ധനായി തീർന്നു. മഹാരാജാവാണ്, വളരെ പ്രസിദ്ധനായി തീർന്ന ഹസ്തിനപുരത്തിലെ പാണ്ഡവരുടെ അവസാനത്തെ രാജാവാണ്. ഏറ്റവും അവസാനത്തെ രാജാവല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അവർ വനവാസം ഇതെല്ലാം യുദ്ധമെല്ലാം കഴിഞ്ഞ് പോയ ശേഷം ഇദ്ദേഹമാണ്. ഇനിയാണ്
സപ്താഹം എന്നാൽ എന്താ എന്നുള്ളതിലേക്ക് നമ്മൾ കിടക്കാൻ പോകണം. ഈ പരീക്ഷിത് മഹാരാജാവ് വളരെ ദാനവീര ശോര പരാക്രമിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ വേട്ടയ്ക്ക് വേണ്ടി കാട്ടിൽ പോയി. അന്നത്തെ കാലത്തെ രാജാക്കന്മാർക്ക് ഒരു കൗശലമായിരുന്നു അത്. ഈ കാട്ടിൽ പോവുക, വേട്ടയാടി. അങ്ങനെ വേട്ടയ്ക്ക് പോയ സമയത്ത്, വേട്ടയെല്ലാം കഴിഞ്ഞ സമയത്ത് വളരെയധികം വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. ഉടനെ അദ്ദേഹം 4 ഭാഗം നോക്കി കുറച്ച് ദൂരം നടന്ന സമയത്ത് ഒരു മഹർഷി അവിടെ കണ്ണടച്ച് തപസ്സിരിക്കുന്നത് കണ്ടു ആ വനത്തിൽ. ഇദ്ദേഹം അവിടെ പോയി മഹർഷിയോട് ചോദിച്ചു, എനിക്ക് വല്ലാത്ത ദാഹം, എനിക്ക് കുറച്ച് വെള്ളം വേണം എന്ന് വെച്ചു. മഹർഷി ധ്യാനത്തിലിരിക്കുകയാണ്. അദ്ദേഹം രാജാവ് വന്നതോ ഇവിടെ നടക്കുന്നതോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇദ്ദേഹം പിന്നെയും വീണ്ടും ചോദിച്ചു. മഹർഷിക്ക് യാതൊരു മാറ്റവും വന്നില്ല. അപ്പോൾ പരീക്ഷത്തിന് കുറച്ച് ദേഷ്യം വന്നു. ഉടനെ അദ്ദേഹം 4 ഭാഗം നോക്കിയ സമയത്ത് ഒരു പാമ്പ് ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു പാമ്പ് ചത്ത് കിടക്കുന്നു. ആ പാമ്പിനെ തൻ്റെ ഹസ്തം കൊണ്ട് എടുത്തിട്ട് ഈ മഹർഷിയുടെ കഴുത്തിലങ്ങോട്ട് ഇട്ടു. ഹാരം പോലെ ഇട്ടു. ദേഷ്യത്തിലിട്ടത്. എന്നിട്ട് രാജധാനിക്ക് തിരിച്ചുപോയി. അപ്പോൾ ഈ മഹർഷിയുടെ മകൻ ചമതകളൊക്കെ പറിക്കാൻ വേണ്ടി പോയതാണ്. ചമത പറഞ്ഞാൽ എന്താണ്? വിറകെന്നാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം. അപ്പോൾ കാട്ടിൽ വിറക് പറിക്കാൻ വെച്ചാൽ വീട്ടിൽ ആഹാരമൊക്കെ വയ്ക്കാൻ വേണമല്ലോ. അന്നത്തെ കാലത്ത് ഗ്യാസും സ്റ്റൗവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചമത പറിക്കാൻ പോയ സമയത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർ ഈ വിവരം അവിടെ അറിയിച്ചു. ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ആരോ എന്തോ ഇട്ടിട്ടുണ്ട് പറഞ്ഞു. ഇയാൾ വന്ന് നോക്കിയ സമയത്ത് ഇങ്ങനെ കേട്ടു. ഇദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നു. അപ്പോൾ പറഞ്ഞു, ഇത് ഈ കടുങ്കൈ ചെയ്തത് ആരാണെങ്കിലും ഇന്നത്തെ തൊട്ട് 7 ദിവസത്തിനകം തക്ഷകൻ എന്ന ഭയങ്കര അതിക്രൂര വിഷം ഉള്ള പാമ്പാൻ കടിക്കപ്പെട്ട് മരണപ്പെട്ടു പോട്ടെ എന്ന് ശപിച്ചു. ദുഃഖം കൊണ്ട് അച്ഛൻ്റെ കഴുത്തിൽ കണ്ട ആ ഇതെന്തോ ദുഃഖം കൊണ്ട് പറഞ്ഞാണ് പാവം. അങ്ങനെ ആ ശാപം മഹർഷി എണീച്ച സമയത്ത് പറഞ്ഞു, മോനെ നീ എന്താ ചെയ്തത്? നീ ആരെയാ ശബ്ദത്? അസിനവരത്തെ രാജാവാണ് അദ്ദേഹം. മാത്രമല്ല ശ്രേഷ്ഠനായ രാജാവാണ്. വളരെ ശ്രേഷ്ഠൻ, ദാനദീന പരാക്രമിയാണ് അദ്ദേഹം. ഇങ്ങനെ ചെയ്തല്ലോ പറഞ്ഞു. ഉടനെ ഈ വിവരം അവിടെ അറിയിച്ചു, മാപ്പ് ചോദിച്ചു. അപ്പോൾ പരീക്ഷിത് മഹാരാജ പറഞ്ഞെന്താ അറിയോ? ഞാൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചവനാണ്, ഇനി എനിക്കൊരു മരണമില്ല. ആ ജനിച്ചപ്പോൾ തന്നെ മരിച്ചവനാണ് എന്നുള്ളതിൻ്റെ സപ്താഹയജ്ഞം കഴിക്കുന്ന സമയത്ത് അവർ പറഞ്ഞുതരും നിങ്ങൾക്ക്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല, അതൊക്കെ വലിയ സബ്ജക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് തൽക്കാലം സപ്താഹം എന്നാൽ എന്ത് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞു. ഇനി അടുത്തതെന്താണ്? ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഉടനെ അദ്ദേഹം എല്ലാ ഋഷിമാരെയും വരുത്തിച്ചു. വേദവ്യാസൻ വന്നു, എല്ലാവരും പ്രഗത്ഭരായ ഋഷിമാർ വന്നു. എന്നിട്ട് അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം കടലിൻ്റെ നടുവിലെ ഒരു രാജധാനി പണിയിച്ചു. അപ്പോൾ കടലിൽ കൂടെ ഒന്നും തക്ഷകനൊന്നും പാമ്പിനൊന്നും വരാൻ പറ്റില്ലല്ലോ എന്ന് വിചാരത്തിൽ അവിടെ ഒരു ഇത് കെട്ടി അവിടെ ഇരുന്നു. അപ്പോൾ എന്നിട്ട് ഈ മഹർഷിമാരോടൊക്കെ ചോദിച്ചു, ഇതിനെന്താ മാർഗം? മരിക്കുകയാണെങ്കിൽ കൂടി സ്വർഗലോകം കിട്ടണമല്ലോ, അതിനെന്താ മാർഗം? അപ്പോൾ അവിടെ വേദവ്യാസൻ്റെ പുത്രനായ ശുഖബ്രഹ്മ ഋഷി എന്ന് അദ്ദേഹത്തിനെ വിളിക്കുക. ശുഖബ്രഹ്മ ഋഷി എന്നും 16കാരനാണ്. വേദവ്യാസനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹം അവിടെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തു. 7 ദിവസം കൊണ്ട്. അപ്പോൾ തക്ഷകൻ്റെ കഥ കുറച്ച് ഞാൻ പറയാം, മുൻകഥയല്ല, ഇവിടെ നിന്നുള്ള കഥ. തക്ഷകൻ ഈ വിവരം അറിഞ്ഞിട്ട് ഇയാളെ കടിക്കാൻ വന്ന സമയത്ത് ഇങ്ങനെ കടലിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായ സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. നോക്കിയ സമയത്ത് ഒന്നുമില്ല. എന്താ മാർഗം എന്ന സമയത്ത് ഒരു ബ്രാഹ്മണ വേഷത്തിൽ, ഞാൻ എപ്പോഴും പറയണു അതാരാണ് എന്നൊക്കെ ആചാര്യന്മാർ പറയും. ഞാനിവിടെ വിസ്തരിക്കുന്നില്ല. ഞാൻ ഇവിടെ വളരെ ചുരുക്കമായിട്ട് ആ കഥയുടെ കോർ മാത്രമേ പറയുന്നുള്ളൂ.
അവിടെ ഒരു ഭിഷഗ്വരൻ എന്ന് പറഞ്ഞാൽ വിഷമിറക്കുന്ന ആൾ. അപ്പോൾ ഈ തക്ഷകൻ വേറെ വേഷം മാറിയിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകണം? അപ്പോൾ ഞാൻ പരീക്ഷിച്ച് മഹാരാജാവിനെ ഇങ്ങനെ തക്ഷകൻ പറഞ്ഞൊരു പാമ്പ് കടിച്ച് കൊല്ലുന്ന ഒരു ശാപമുണ്ട്, അപ്പോൾ അത് ഞാൻ വിഷമിറക്കാൻ പോകണം. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാ വിഷവും ഇറക്കാൻ പറ്റുമോ? ചോദിച്ച സമയത്ത് എനിക്ക് എല്ലാം ഇറക്കാൻ പറ്റും. ഉടനെ തക്ഷകൻ എന്ത് ചെയ്തു, അടുത്തുള്ളൊരു മരത്തിനെ വൃക്ഷത്തിൽ കടിച്ചു. ആ വൃക്ഷം കൂടെ തക്ഷകൻ്റെ വിഷമേറ്റ് അതങ്ങനെ ചാമ്പലായി പോകും. ഇയാൾ എന്ത് ചെയ്തു, ഈ ഭിഷഗ്വരൻ കയ്യിലുള്ള കുറച്ച് വെള്ളം എടുത്ത് ജപിച്ച് അതിൻ്റെ മുകളിൽ തെളിച്ചു. മരം വീണ്ടും തിളർത്തു. അപ്പോൾ തക്ഷകൻ മനസ്സിലായി ഇയാൾ സാധാരണക്കാരനല്ല എന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിത് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ദൈവവിധിയാണത്. പരീക്ഷിത്ത് മഹാരാജാവ് തക്ഷകനാൽ കൊല്ലപ്പെടണം എന്നുള്ള ദൈവവിധിയാണ്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇയാൾ ഒടുവിൽ പാടില്ലാന്നും വേണമെന്നും കുറച്ച് തർക്കമായി. ഒടുവിൽ സമ്മതിച്ച് ഇദ്ദേഹത്തിന് ധാരാളം പണവും, നിങ്ങൾക്ക് അവിടെ പോയ ആവശ്യത്തിന് പണമല്ലേ വേണ്ടു, അത് ഞാൻ തരാം, നിങ്ങൾ പോവാതിരിക്കണം എന്ന് പറഞ്ഞ് ധാരാളം പണം കൊടുത്തു. അങ്ങനെ അയാളെ അയച്ചു. ഇനി അവിടേക്ക് പോകണമല്ലോ, കടൽ കടന്ന് അവിടെ എത്തണമല്ലോ, കൊട്ടാരത്തിലെത്തണം, അതിന് മാർഗമില്ല. എന്താ മാർഗം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്. അവിടേക്ക് ഈ മാമ്പഴങ്ങൾ, ഫലങ്ങൾ, മാമ്പഴം എന്നാണ് പറയുന്നത്, പക്ഷെ അതിൽ പലവിധമായ ഫലങ്ങളും ഉണ്ടായിരുന്നു. നല്ല നല്ല പഴം രാജാവിന് വേണ്ടിയിട്ട്, പരീക്ഷിത്ത് മഹാരാജാവിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. ഇയാൾ എന്ത് ചെയ്തു, ഒരു പുഴുവിൻ്റെ രൂപത്തിൽ അതിൽ കടന്ന് കയറി ഇവിടെ പോയി. ഈ കച്ചവടക്കാരൻ അവിടെ കൊണ്ടുപോയി ഇതെല്ലാമായി. അപ്പോൾ ആ പുഴു ഈ രാജാവ് നോക്കിയ സമയത്ത് നല്ല മാമ്പഴം ഒരു പുഴു. നമുക്ക് വിചാരിച്ചു, 7ാമത്തെ ദിവസം കഴിഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടു, ഇനി തക്ഷകനും വരില്ല കുക്ഷകനും വരില്ല, ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വടക്കോട്ട് നോക്കിയിരുന്ന ഇത് തക്ഷകനാണെന്ന്. പിന്നെ പഴം തിന്ന സമയത്ത് അതിൽ പുഴു കൊണ്ടു. ആ പുഴു വലുതായി തക്ഷകൻ താമസിച്ചു. അതിനു മുമ്പ് അദ്ദേഹം പായ വിരിച്ച് വടക്കോട്ട് നോക്കിയിരുന്നു, ധ്യാനത്തിലിരുന്നു. അത് ഞാൻ വീണ്ടും പറയാം, അത് ആ ഭാഗങ്ങളൊക്കെ അവർ വർണ്ണിക്കും. ഇത് നിങ്ങൾക്ക് സപ്താഹത്തിന് എന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞു. അങ്ങനെ അയച്ചു. അപ്പോൾ ഈ സപ്താഹം പറഞ്ഞെന്താണ്, ഈ 7 ദിവസം കൊണ്ട് ശ്രീഹരിയുടെ, അതായത് ഭഗവാന്റെ, മഹാവിഷ്ണുവിൻ്റെ, ശ്രീകൃഷ്ണൻ്റെ, നമ്മളെല്ലാം സൃഷ്ടിച്ച ഏത് ദേവനാണോ അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഥകളും മുഴുവൻ ലീലകളും 7 ദിവസം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതാണ് സപ്താഹം. 7 ദിവസം ഭാഗവത സപ്താഹം. ഭാഗവതത്തിനെ 7 ദിവസം കൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന് സ്വർഗാരോഹണം, അതായത് മരണം, സ്വർഗത്തിലേക്കുള്ള യാത്ര ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനെ ഉദ്ദേശിച്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ സപ്താഹം ചെയ്യാറുള്ളത്. അതാണ് സപ്താഹം. സപ്തം പറഞ്ഞ 7ആണ്, നവം പറഞ്ഞ 9, ഏകം പറഞ്ഞ 1. ഇതൊക്കെ സംസ്കൃതമാണ്. അപ്പോൾ സപ്താഹം പറഞ്ഞാൽ 7 ദിവസം കൊണ്ട് മഹാഭാഗവതത്തിനെ പരീക്ഷിത്ത് മഹാരാജാവിനെ മുഴുവൻ കഥകളും ശ്രീകൃഷ്ണൻ്റെയും ഭഗവാന്റെ എല്ലാ അവതാരത്തിലുണ്ടായ ലീലകളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതാണ് സപ്താഹം. ഈ ഭാഗവതത്തിൽ ഏതായാലും 18,000 ശ്ലോകങ്ങളുണ്ട്. അതിൽ ശ്രേഷ്ഠമെന്ന് കണക്കുന്ന ദശമസ്കന്ധമാണ്. ദശമസ്കന്ധം അതായത് 4000 ശ്ലോകങ്ങൾ ഉള്ള ദശമസ്കന്ധമാണ് പ്രാധാന്യം. പിന്നെ പറയും 12ാമത്തെ സ്കന്ധത്തിൽ 12 വായിക്കുക. അപ്പോൾ ഭാഗവതം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ, മുഴുവൻ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ദശമസ്കന്ധം വായിക്കുക. ദശമസ്കന്ധവും വായിക്കാൻ പറ്റിയില്ലെങ്കിലോ 12 വായിക്കുക. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഭാഗവത സപ്താഹം നടക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക.
ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വളരെ 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 ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം LKG പോണ കുട്ടികൾക്ക് മനസ്സിലാവുന്ന, നമ്മൾ ആദ്യമായി ഭാഗവതം പറയുമ്പോൾ നാളെ ചോദിച്ചാൽ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഭാഗവതം പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ സപ്താഹം പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ കൈമലർത്തുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് യോജിച്ചതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതുമാത്രം നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എല്ലാവരിലും മാക്സിമം ആൾക്കാരിൽ ഷെയർ ചെയ്യുക. ഇനിയും ഉണ്ടാവും ഇതുപോലെ. ഞാൻ അടുത്ത് ഭഗവത്ഗീതയിലേക്കാണ് കിടക്കണം. ഭഗവത്ഗീതയും മഹാഭാരതവും ഞാൻ പകുതി നിർത്തിയിട്ടേ വന്നിരിക്കണം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അതിലേക്ക് തുടരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. എന്നെയും അനുഗ്രഹിക്കണം. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.